നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയെ പാലക്കാട് നഗരത്തിൽ കണ്ടതായി സൂചന. ചെന്താമരയ്ക്കായി തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. കൃത്യം നടത്തിയ ശേഷം ചെന്താമര എത്തി എന്ന് സംശയിക്കുന്ന കുളത്തിൽ ഫയർഫോഴ്സ് സ്കൂബ ടീം തെരച്ചിൽ നടത്തുന്നു. അതേസമയം പ്രതി ചെന്താമര സമീപത്തെ മലയിൽ തന്നെയുണ്ട് എന്ന് സംശയിക്കുന്നതായി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തെരച്ചിലിന് കൂടുതൽ പേരെ നിയോഗിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഞാൻ പ്രസാദാണ് ന്യൂസ് മലയാളത്തിന്. ഇല്ല, ടീം നോക്കുന്നുണ്ട്. അയാൾക്ക് ട്രേസ് ചെയ്യാൻ അബ്സ്കോണ്ടിങ് ആണ്. ഓൾറെഡി കുറെ ടീമുകൾ പുറകിലാണ് ഉള്ളത്. സോ നമുക്ക് വേണമെങ്കിൽ ടീമിന്റെ എണ്ണം കൂട്ടാം. കാരണം ഇപ്പോഴും ഞങ്ങൾ സംശയിക്കുന്നുണ്ട് അയാൾ ആ പുറകിൽ ഭാഗത്തുള്ള മലയിൽ തന്നെ എവിടേക്കുമാണ് ഉള്ളത്. തമിഴ്നാട് ടീം പോയിരുന്നു, പക്ഷെ സക്സസ് കിട്ടിയിട്ടില്ല ഇതുവരെ. ബാക്കി സ്ഥലങ്ങൾ ഇപ്പൊ നോക്കുന്നുണ്ട്. CBR വെരിഫിക്കേഷൻ മറ്റു കാര്യം ചെയ്യുന്നുണ്ട്. വേറെവർ ഹിസ് അതർ കോൺടാക്ട്സ് ആർ, അത് നിങ്ങൾ വെരിഫൈ ചെയ്യുന്നുണ്ട്. പ്രതി നടത്തിയത് അതിക്രൂര കൊലപാതകമെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. സുധാകരന്റെ ശരീരത്തിൽ 6 വെട്ടുകൾ, അമ്മ ലക്ഷ്മിയുടെ ശരീരത്തിൽ 12 വെട്ടുകൾ, കഴുത്തിലും തലയിലും മാരക മുറിവുകളെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആദ്യ കൊലപാതകത്തിലേക്ക് നയിച്ചത് സുധാകരന്റെ കുടുംബത്തിന്റെ കൂടോത്ര ഭയമെന്ന് ചെന്താമരയുടെ പഴയ മൊഴിയും പുറത്തുവരികയാണ്. ചെന്താമരയെ പേടിച്ച് പ്രദേശത്ത് ജീവിക്കാൻ പേടിയെന്ന് അയൽവാസി പുഷ്പ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോയി. ഞാൻ ഒറ്റയ്ക്ക് പോയി. ആദ്യം വന്ന് ഇയാളെ കണ്ട വഴിക്ക് ഞാൻ പോയി. കടലാസം കൊണ്ട് വന്നു. ഞാനത് കറക്റ്റായി പൂരിപ്പിച്ച് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് അവർ എന്താണെന്നൊരു നടപടിക്കെടുത്തില്ല. പിന്നെ അവർ പറഞ്ഞു ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും, ഒന്ന് പഞ്ചായത്തിലും കൊടുക്കാൻ പറഞ്ഞു, സെക്രട്ടറിക്ക് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ 2 പേർക്കും കൊണ്ട് കൊടുത്തിട്ട് തന്നു സാറേ. കൊടുത്തിട്ട് എന്തെങ്കിലും നടപടിക്ക് എടുക്കണം, ഞങ്ങൾ കുട്ടികളെയൊക്കെ വെച്ചിരിക്കുകയാണ്, കുട്ടികളൊക്കെ ചെറിയ ചെറിയ പിള്ളേരാണ്, എല്ലാവരും പേടിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ആദ്യം രണ്ടാമത് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അയാൾ എന്നെ മിരട്ടി. എന്താണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ വന്നത്? അയാൾ പിന്നെ ജാമ്യം കൊടുക്കും, ഗവൺമെൻറ് കോർട്ടാണ് അയാൾക്ക് ജാമ്യം കൊടുത്തത്. നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ, നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞു. അത് ഞാൻ അയാൾ വന്ന ശേഷം ഞങ്ങൾ പോയി 3 പ്രാവശ്യം പോയല്ലോ. ഈ ആഴ്ചയിൽ തന്നെ 3 പ്രാവശ്യം പോയി ഞാൻ. ഈ വർഷം അല്ല 2024 തന്നെ.